അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഒരു ന്യൂ ലെസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ. എന്താണ് ഈ ലെസന്റെ പേര്? ദ ഫെയറി സ്പ്രിംഗ് എന്ന സ്റ്റോറി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ സ്റ്റോറിയാണ് പഠിക്കേണ്ടത്. ഓക്കെ ചിൽഡ്രൻ? Okay, all of you take your textbook. Please listen here, page number 7. Okay, then previous class le continuation aanu story. Okay children? Well, mother, replied the rude girl as she spoke. A viper and a tall bear spat out of the mouth. Gracious heavens, cried her mother, what do I say? Her sister is the cause of this, and I will punish her for it. Off she ran to thrash the poor child, but she ran away and hid in the forest nearby. The king's son met her on his way home from hunting. He noticed how pretty she was. He asked what she was doing all alone and why she was weeping. Alas, sir, she cried, my mother has driven me from home. As she spoke, the prince saw 4 or 5 pearls and as many diamonds fall from her mouth. He was surprised and asked her to tell him how this happened, and she told him the whole story. The king's son fell in love with her, and he took her to the palace of his royal father and married her. The cursed sister made herself so hateful that even her mother drove her out of the house. She went into the forest and no one saw her again. Okay, previous class നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫെയറി ഒരു ഓൾഡ് വുമൺ നമ്മുടെ യങ്ങർ എൽഡർ ആയിട്ടുള്ള ഡോട്ടറിനൊരു ശാപം കൊടുത്തായിരുന്നു. അവളുടെ വായിൽ നിന്ന് എന്ത് വീണാലും അതിനോടൊപ്പം എന്താണ് ഒരു സ്നേക്കോ ടോഡോ വായിൽ നിന്ന് മൗത്തിൽ നിന്ന് പുറപ്പെടുമെന്നല്ലേ. യെസ്, ദ മൊമെൻറ്റ് ഹർ മദർ സോ ഹർ കമ്മിങ് ബാക്ക് ഷീ ക്രൈഡ്. അവൾ വരുന്നത് കണ്ട് അവളുടെ അമ്മ കരഞ്ഞു. ഷീ ക്രൈഡ് ഔട്ട്, വെൽ ഡോട്ടർ, വെൽ മദർ, replied the rude girl as she spoke. A viper and a toad were spat out of the mouth. അപ്പോൾ അമ്മയോട് അവൾ സംസാരിക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് അവൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും എന്താണ് ടോഡും വൈപ്പറും ഒക്കെ പുറത്ത് വരുന്നുണ്ട്. ഗ്രേഷ്യസ് ഹെവൻസ്, ക്രൈഡ് ഹർ മദർ, വാട്ട് ഡു ഐ സീ? ഹർ സിസ്റ്റർ ഈസ് ദ കോസ് ഓഫ് ദീസ് ആൻഡ് ഐ വിൽ പണിഷ് ഹർ ഫോർ ഇറ്റ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എൻ്റെ യങ്ങർ മകളാണ്, അവളെ ഞാൻ ഇതിന് പണിഷ് ചെയ്യുമെന്ന് പറയുന്നു. Then off she ran to thrash the poor child, but she ran away and hid in the forest nearby. The king's son met her on his way. അവൾ എന്താണ്, ആ പെൺകുട്ടി, ആ പാവപ്പെട്ട പെൺകുട്ടി എന്ത് ചെയ്യുന്നു, യങ്ങർ ഇളയ കുട്ടി ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവൾ ഓടിയെത്തുന്നതൊരു ഫോറസ്റ്റിനടുത്താണ്, ഫോറസ്റ്റിലേക്കാണ് അവളെത്തിയത്. ദ കിങ് സൺ മീറ്റ് ഹർ ഓൺ ഹിസ് വേ. ആ വേയിൽ അവൾ ഈ പെൺകുട്ടിയെ ഒരു കിങ്ങിൻ്റെ മകൻ കാണുന്നു. ഹി നോട്ടീസ് ഹൗ പ്രിറ്റി ഷി വാസ്. ഹി ആസ്ക്ഡ് വാട്ട് ഷി വാസ് ഡൂയിങ് ഓൾ അലോൺ, വാട്ട് ബൈ ഷി വാസ് വീപ്പിംഗ്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ട് വളരെ പ്രിറ്റി ആയിട്ടുള്ള അവളുടെ ആ ലുക്കൊക്കെ ആ കിങ് സണ്ണ് വാച്ച് ചെയ്യുന്നു, നോക്കുന്നു. അവളെ ഒറ്റയ്ക്ക് കരഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം അന്വേഷിക്കുന്നു. ഷീ ക്രൈഡ്, മൈ മദർ ഹാസ് ഡ്രിവൺ മീ ഫ്രം ഹോം. എന്താണ് പറയുന്നത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ഓടിച്ചതാണ് എന്ന്. As she spoke, the prince saw 4 or 5 pearls and as many diamonds fall from her mother. അവൾ കിങ് സൺസിനോട് ഈ കാര്യം പറയുമ്പോൾ അവളുടെ വായിൽ നിന്ന് ഡയമണ്ട്സും പേൾസൊക്കെ വരുന്നത്, മൗത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ
കിങ് സണ്ണ് നോട്ടീസ് ചെയ്തു. ഹി വാസ് സർപ്രൈസ്ഡ് ആൻഡ് ആസ്ക്ഡ് her to tell him how this happened. She told him the whole story. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പെൺകുട്ടി ഈ കിങ് സണ്ണിനോട് നടന്ന എല്ലാ കാര്യങ്ങളും എന്താണ് സംഭവിച്ചെന്നുള്ളത് എല്ലാ സ്റ്റോറിയും അയാളോട് പറയുന്നു. The king's son fell in love with her and he took her to the palace of his royal father and married her. Okay, the king's son fell in love with her and he took her to the palace of his royal father and married her. ആ കിങ്ങിൻ്റെ മകൻ എന്ത് ചെയ്തു, ഈ പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. അവൻ എന്ത് ചെയ്തു, റോയൽ ഫാദറിനോട് പാലസിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു ആൻഡ് മാരീഡ് ഹർ. ആ പെൺകുട്ടിയെ ആ കിങ് സണ്ണ് മാരി ചെയ്തു. The cursed sister made herself so hateful that even her mother draw her out of the house. പിന്നെ എന്താ സംഭവിച്ചത്, ആ വീട്ടിൽ ആ അമ്മയുടെ മൂത്ത മകളായ എൽഡർ സിസ്റ്റർ അവൾ സ്വയം മറ്റുള്ളവരെ വെറുപ്പിക്കാൻ തുടങ്ങി. ഹേറ്റ്ഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അവളുടെ അമ്മയും അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവൾ നേരെ ഒരു ഫോറസ്റ്റിലേക്ക് പോവുകയും പിന്നെ നോ വൺ സോ ഹെർ അഗെയിൻ, പിന്നെയും അവളെ ആരും കണ്ടിട്ടില്ല. അവളെ പിന്നെ ആരും തന്നെ അവിടെ കണ്ടിട്ടില്ല. ഓക്കെ children, all of you look at the blackboard. Please listen here. These are hard words ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ gracious, punish, surprise, thrash. First one gracious, GRACIOUS, gracious. Second one punish, PUNISH, punish. Surprise, SURPRISED, surprise. Then last one thrash, THRASH, thrash. Gracious, punish, surprise, thrash. Okay, all of you take your notebooks. Gracious, punish, surprised, thrash. First one gracious, GRACIOUS, gracious. Punish, PUNISH. Surprise, SURPRISED, surprise. Then trash, THRASH, trash. അപ്പോൾ 5 times ഓരോന്നും നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ നമുക്ക് മാത്സ് ആണ് പഠിക്കേണ്ടത്. ഡിവിഷൻ എന്ന ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ടീച്ചർ ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ചെയ്യുക നന്നായിട്ട് എല്ലാവരും. ഓക്കെ, ഒന്നൊരു ന്യൂ ലെസൺ ആണ് ഫ്രാക്ഷൻസ് എന്ന ലെസൺ ആണ് നമ്മൾ മുന്നിൽ പഠിച്ചു തുടങ്ങുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് എന്താണ് ഫ്രാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ ചിൽഡ്രൻ. Okay, all of you take your textbook. Please listen here, page number 65. Okay, and you listen fractions. When a number, group, set or thing is complete, we call it whole. A group of things or objects taken as one whole is called a collection. വൺ നമ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പ്, സെറ്റ് ഓർ തിങ്സ്, സെറ്റ് അല്ലെങ്കിൽ തിങ്സ്, ഇതൊക്കെ എന്താണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി കോൾ ഇറ്റ് വോൾ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ വോൾ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് തിങ്സ്. നെക്സ്റ്റ് എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഒബ്ജക്റ്റ്, ഒരു കൂട്ടം തിങ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ടേക്കൺ ആസ് വൺ വോൾ ഈസ് കോൾഡ് എ collection. Okay, when we divide a whole things or a collection of things into parts, each part is known as a fraction of the whole or collection. Next നമ്മൾ fraction എന്നാൽ എന്തെന്നാണ് നോക്കുന്നത്. when we divide a whole things or a collection of things into parts, എന്താണ്, ഹോളായിട്ടുള്ള വസ്തുവിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സിനെയോ വസ്തുവിനെയോ അതിനെന്ത് ചെയ്യുന്നു, ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുമ്പോൾ ഓരോ ഭാഗവും
മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ശേഖരത്തിൻ്റെ ഒരു അംശമായിരിക്കും, ഒരു ഭാഗമായിരിക്കും. We divide a whole things or a collection of things into parts. എന്തെങ്കിലും തിങ്സോ കളക്ഷൻസ് ഓഫ് തിങ്സോ അതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു പാർട്സ്. ഈച്ച് പാർട്ട് ഈസ് നോൺ ആസ് എ ഫ്രാക്ഷൻ. അതിൻ്റെ ഓരോ ഓരോ ഭാഗത്തെയുമാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വി റൈറ്റ് ഫ്രാക്ഷൻസ് ഇൻ നമ്പേഴ്സ് ആസ് number of parts selected divided by total number of equal parts of the whole. Okay, for example, if a banana is divided into 7 equal parts, banana നമ്മൾ 7 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. then each part is equal to 1/7. we read it as 1/7. നമ്മളിതിനെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, 1/7 എന്നാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ബനാന ഈസ് ഡിവൈഡഡ് ഇൻറ്റു 7 ഈക്വൽ പാർട്സ്. ബനാനയെ 7 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഈച്ച് പാർട്ട് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അത് എഴുതുന്നത് എങ്ങനെയാണ്, 1/7. സിമിലർലി 6/8, then 2/9. Okay, example 1. Shruti bought a pizza. She cut it into 4 equal slices and gave one slice to her friend Kriti. Represent Shruti's and Kriti's share of pizza in fraction. അപ്പോൾ ഈ തന്നേക്കുന്നതിനെ ഫ്രാക്ഷൻ്റെ ബേസിൽ നമുക്ക് എഴുതണം. ഓക്കെ, ദ നമ്പർ ഓഫ് സ്ലൈസ് ഓഫ് പിസ്സ ശ്രുതി ഹാഡ്. ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന നമ്പർ ഓഫ് സ്ലൈസ് ഓഫ് പിസ്സ 3 ആണ്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്ലൈസ് ഓഫ് പിസ്സ 4 ആണ്. ദെൻ സോ ശ്രുതീസ് ഷെയർ ഓഫ് പിസ്സ എത്രയാണ്, 3/4. Okay, the number of slice of pizza Kriti had 1. Total number of slice of pizza 4. Total number of slice of pizza 4. So Kriti's share of pizza 1/4. Okay, 1/4. Okay, all of you take your notebooks. Please listen here. ഫസ്റ്റ് നമുക്ക് ഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതാം. വി ഡിവൈഡ് എ whole thing or a collection of things into parts. Each part is known as a fraction. Okay, we divide a whole things or a collection of things into parts. Each part is known as a fraction. Okay, next, represent the following fraction in numbers. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നമ്പറായിട്ട് നമ്പർ കറക്റ്റായിട്ട് എഴുതുക. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ നമ്പേഴ്സ്. ഓക്കെ, 3/8, 5/9, 1/3, 6/11. ഓക്കെ, അപ്പോൾ ഇത് നമ്പേഴ്സിൽ കറക്റ്റായിട്ട് എഴുതി ടീച്ചറുടെ നോട്ട്ബുക്ക് കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ സയൻസിൽ മെഷർമെന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ പഠിപ്പിച്ചു അല്ലേ, മെഷർമെന്റ് പഠിപ്പിച്ചു അല്ലേ. ഏതൊക്കെ മെഷർമെന്റ്, എന്തൊക്കെ നമ്മുടെ ബോഡി പാർട്സിൽ ഏതൊക്കെ മെഷർമെന്റ് ചെയ്യുന്ന ബോഡി പാർട്സ് നമ്മൾ പഠിച്ചു. എല്ലാവരും അത് പഠിച്ചില്ല അല്ലേ. ഹാർബേഴ്സ് ഉണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞു. ടുഡേ നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. മെഷറിംഗ് ലെങ്ത്, മെഷറിംഗ് മാസ് കിലോ. പിന്നെ അതിനു മുമ്പ് എന്താണ് മെഷറിംഗ് ലെങ്തിൽ വരുന്നത്, മീറ്റർ, സെന്റിമീറ്റർ, കിലോഗ്രാം, മില്ലിമീറ്റർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോണിക് ബാലൻസ്, പിന്നെയോ ബീം ബാലൻസ്. അപ്പൊ നമുക്കിതെല്ലാം നമ്മൾ ടീച്ചർ ടെക്സ്റ്റ് വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി പറഞ്ഞു തരാം. ഓക്കെ ചില നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ ചിൽഡ്രൻ, ഓക്കെ ഹാർബേഴ്സ് ഉണ്ട്. ഹാർബേഴ്സ് ബോർഡിൽ എഴുതിയിരിക്കുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വായിക്കാൻ പോവുകയാണ് കേട്ടോ. Okay children, please listen here. Weighing machine, weighing scale, electronic mass, kilogram. Weighing scale, WEIGHING SCALE, weighing scale. Electronic, ELECTRONIC, electronic.
Mass, M-A-S-S, mass. Kilogram, K-I-L-O-G-R-A-M, kilogram. Weight scale, electronic, mass, kilogram. നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. All of you take your text page number 88. The measurement obtained using a body part is not accurate. എന്താണ് പറയുന്നത്? The measurement obtained using a body part is not accurate. ശരീരഭാഗം ഉപയോഗിച്ച് ലഭിക്കുന്ന അളവ് കൃത്യമല്ല. Not accurate ആണ്. Since size of body parts differ from person to person. അല്ല എന്താ പറയുന്നത്? അളവ് കൃത്യമല്ല. കാരണം ശരീരഭാഗങ്ങളുടെ വലിപ്പം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. Therefore, we need to have a standard unit of measurement. അതിനാൽ നമുക്ക് ഒരു സാധാരണ അളവ് എടുക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. മീറ്റർ എം ഈസ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത്. നീളത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, ബ്രാക്കറ്റിൽ എം ആണ് കൊടുത്തേക്കുന്നത് ഉണ്ടല്ലോ. ദെൻ സെൻറ്റിമീറ്റർ സി എം, മില്ലിമീറ്റർ എം എം ആൻഡ് കിലോമീറ്റർ കെ എം ആർ ദ അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്നിവയാണ് നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ. ഓക്കെ, ക്ലിയർ? ദെൻ പ്ലീസ് ലിസൺ ചിൽഡ്രൻ. വി മെഷർ ലെങ്ത് യൂസിങ് എ റൂളർ, മീറ്റർ, റോഡ്, മെഷറിംഗ് ടേപ്പ്. നമ്മൾ അളക്കാൻ, ലെങ്ത് അളക്കാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു? റൂളർ, മീറ്റർ, റോഡ്, പിന്നെ മെഷറിംഗ് ടേപ്പ്. ഇത് നോക്കിയാൽ റൂളർ, ദെൻ മെഷറിംഗ് ടേപ്പ് നോക്കൂ, ആണല്ലോ. ഓക്കെ, ക്ലിയർ? ലുക്ക് ദിസ് പിക്ചേഴ്സ്, ലുക്ക് ദീസ് പിക്ചേഴ്സ്, ruler and measuring tape. Did you see this? Okay, measuring tape, then scale. Okay, knowledge bankil എന്താ പറയുന്നത് നോക്കാം. Cubit, handspan, footspan and arm length are called non-standard units for measuring length. നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? നീളം അളക്കാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ് ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ക്യൂബിറ്റ്, ഹാൻഡ് സ്പാൻ, ഫുട്ട് സ്പാൻ ആൻഡ് ആം ലെങ്ത് ആർ കോൾഡ് non-standard units for measuring length. Then measuring mass. In early days, people used to measure mass of substance using seeds, grains and stones. എന്താണ് പറയുന്നത്? In early days, people used to measure mass of substance. ആദ്യകാലങ്ങളിൽ വിത്തുകൾ, ധാന്യങ്ങൾ, കല്ലുകൾ, സ്റ്റോൺസ്, ഗ്രെയിൻസ്, സീഡ്സ്, ദീസ് വെയ്റ്റ്സ് ആർ മെഷേഴ്സ് എന്നിവ എന്തൊക്കെയാണ്? എന്നിവ ഉപയോഗിച്ചാണ് പണ്ടൊക്കെ അളവുകൾ, വസ്തുവിൻ്റെ മാസ് അളക്കുന്നത് കേട്ടോ. പിണ്ഡം എന്ന് പറയും കേട്ടോ. മാസ് വെയർ നോട്ട് ഓൾവേസ് ദ സെയിം. പക്ഷേ ആ തൂക്കങ്ങളും അളവുകളും എന്താണ്? എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല, തുല്യണമെന്നില്ല. മെഷേഴ്സ് വെയർ നോട്ട് ഓൾവേസ് ദ സെയിം. അപ്പോൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരുന്നില്ല അങ്ങനെ എടുക്കുന്ന അളവുകൾ. ഹെൻസ് ദെയർ വാസ് എ നീഡ് ടു ഡെവലപ്പ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ്. ആയതിനാൽ മാസിൻ്റെ ഒരു സാധാരണ യൂണിറ്റ് വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Nowadays, we measure the mass of an object using a weighing scale, became balance or an electronic balance. എന്താണ് നിലവിൽ? weighing scale, then beam balance, അല്ലേ? beam balance, electronic balance, ഇതെല്ലാം കൊണ്ട് വസ്തുക്കളെ മെഷർ ചെയ്യാൻ പറ്റും, അല്ലേ? മെഷർ ചെയ്ത് അതിൻ്റെ വെയിറ്റ്, സ്കെയിലിൻ്റെ അളവ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. മാസ് ഓഫ് an object tells us how light or heavy that object is. The standard unit for measuring mass is kilogram. The other commonly used unit is gram. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ ഭാരം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, കുറഞ്ഞതാണെന്ന് പറയുന്ന, ഹെവി ആണോ ലൈറ്റ് ആണെന്നോ ഒരു വസ്തുവിൻ്റെ ഭാരം നോക്കി പറയാൻ പറ്റുന്നതാണ് മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ആൻ ഓബ്ജെക്റ്റ് ടെൽസ് us ഹൗ ലൈറ്റ് ഓർ ഹെവി കേട്ടോ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോർ മെഷറിംഗ് മാസ്, സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ഗ്രാം എന്ന് പറയുന്നത്. ദെൻ കിലോഗ്രാം ആണ്. ദ അതർ കോമൺലി സാധാരണ ഉപയോഗിക്കുന്നത് ഗ്രാം ആണ്, അല്ലേ? മാസ് അളക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം. The standard unit for measuring mass is kilogram, kg, kilogram കേട്ടോ. മാസ് അളക്കുന്നതിനുള്ള സാധാരണ യൂണിറ്റാണ് കിലോഗ്രാം.
ദി അതർ കോമൺലി യൂസ്ഡ്, സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ഗ്രാം എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ പിക്ചർ നോക്കിയേ, ലൂസ് ദിസ് പിക്ചർ, ബീം ബാലൻസ്, ഇലക്ട്രോണിക് ബാലൻസ്. നോളജ് ബാങ്കിൽ എന്താ പറയുന്നത്? ഇൻ സം കൺട്രീസ് വെയ്റ്റ് ഈസ് മെഷേർഡ് ഇൻ പൗണ്ട്സ്. 1 pound is equal to approximately half kg. Then quick recall, which of the following items can be weighed easily? പെൻസിൽ ബോക്സ്, ഹെയർ, ലഞ്ച് ബോക്സ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് മെഷർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തരണം ഗൂഗിൾ മീറ്റിൽ കേട്ടോ. ഇവിടെ നോക്കിയേ എന്താണ് കാണിച്ചേക്കുന്നത്? എലിഫൻറ്റിൻ്റെ പിക്ചറാണ് അല്ലേ. വാട്ട് വിൽ ബി മൈ വെയ്റ്റ്? എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോട്ടിയായിട്ട് ഒരു എലിഫൻറ്റ് പിക്ചർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കാം. നമുക്കിനി നോട്ട്സ് നോക്കാം. ടേക്ക് യുവർ നോട്ട് ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ഹാർഡ് വേർഡ്സ് ആണ്. വെയിങ് സ്കെയിൽ, വെയിങ് സ്കെയിൽ, ഇലക്ട്രോണിക്, മാസ്, കിലോഗ്രാം. വെയിങ് സ്കെയിൽ, ഇലക്ട്രോണിക്, മാസ്, കിലോഗ്രാം. വെയിങ് സ്കെയിൽ, WEIGHING വെയിങ് സ്കെയിൽ. ഇലക്ട്രോണിക്, ഇലക്ട്രോണിക്, ELECTRONIC ഇലക്ട്രോണിക്. മാസ്, MASS. കിലോഗ്രാം, KILOGRAM കിലോഗ്രാം. Once more to reading, please listen children. Weighing scale, electronic, mass, kilogram. നീറ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിനെ വാട്സപ്പ് ചെയ്തു. നമുക്ക് ഹിന്ദിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നട്ഹട്ട് ബസന്ത് എന്ന ലെസൺ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ നോട്ട്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻസർ ദ ഫോളോയിങ് നമ്മൾ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ആൻസർ ദ ഫോളോയിങ് എഴുതി. ക്വസ്റ്റ്യൻസ് എല്ലാവരും വായിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ വർക്കാണ് എഴുതാനുള്ളത്. നോട്ട്സ് ടീച്ചർ എഴുതി തരാൻ പോവുകയാണ്. ഓക്കെ ചിൽഡ്രൻ, take your page number text, take your text page number 46. जोड़े बनाइए, इधर उधर, दाएं बाएं, नीचे ऊपर, बाहर अंदर, रात दिन, माता पिता, हक्का मक्का, बक्का, आस पास, छोटा बड़ा. Then text activities listen. Then विलोम शब्द, आसमान, ज़मीन, काला, सफ़ेद, बाहर, अंदर, छोटा बड़ा. देन पर्यायवाची शब्द, जंगल, वन, कानन, नदी, सरिता, तरंगिणी. आसमान, नफ, बारिश, बरसात, वर्षा. आसमान, नफ, आकाश. പര്യായവാചി മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന തന്നെയാണ്. വിപരീതം, പര്യായപദം ഇതെല്ലാം. ദെൻ ബഹുവചന രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ്. മൊത്തം വായിക്കാം. ദെൻ ഇതെല്ലാം എഴുതിയിരിക്കുന്നുണ്ടല്ലോ നോക്കി. ഫേണ്ട്, ഫേണ്ടേ, ഫേണ്ടേക്കോ, ഫേണ്ടോംകോ, അങ്ങനെ സെയിം എഴുതുന്നത് തന്നെയാണ്. വായിച്ച് മനസ്സിലാക്കുക. ദെൻ ലംഗൂർ, ലംഗൂർ, ലംഗൂർ സെ, ലംഗൂരോം സെ. പേട്, പേട്, പേട് पर, पेड़ों पर. बच्चा, बच्चे, बच्चों को, बच्चे को, बच्चों को. देन शैतानी करने वाला, शैतान. जंगल में रहने वाला, जंगली. जिससे डर न हो, निडर. गांव में रहने वाला, ग्रामीण. ओके चिल्ड्रन, देन होमवर्क आना. जानवरों के नाम के आगे सही टुकड़े की സംഖ്യ ലിഖിയേ. ഇവിടെ കുറച്ച് അനിമൽസ് തന്നേക്കുന്നു അല്ലേ, ജാൻവർ അനിമൽസ് തന്നേക്കുന്നു. ആ അനിമൽസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്പേഴ്സും തന്നിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അത് അനിമൽസ്, ഓരോ അനിമൽസിൻ്റെയും ബോക്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളത് എഴുതുക. ഏതൊക്കെ അനിമൽസിൻ്റെ അടുത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് നോക്കി കണ്ടെത്തി സെർച്ച് ചെയ്ത് കണ്ടെത്തി ഓരോ ഇവിടെ താഴെ തന്നിരിക്കുന്ന ഇത് ഫില്ല് ചെയ്യണം. ഓരോ ബോക്സ് ഫില്ല് ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. കണ്ടിന്യൂഷൻ നോട്ട്സ് ആണ്. ദെൻ 4th ക്വസ്റ്റ്യൻ, മാം കി ആവാസ് സുൻകർ
വസന്തിനെ ക്യാ കിയ. അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് വസന്ത് എന്താണ് ചെയ്തത്? മാം की आवाज़ सुनकर वसंत तुरंत पेड़ के घोंघले तने से बाहर निकला और उससे लिपटकर जोर जोर से रोने लगा. അമ്മയുടെ സൗണ്ട് ശബ്ദം കേട്ടിട്ട് വസന്ത് പെട്ടെന്ന് തന്നെ ഈ മരത്തിൻ്റെ പൊള്ളയായ ഭാഗത്തു നിന്നും ബാഹർ നികല പുറത്തേക്ക് വന്നു. അതിനുശേഷം ഉസസെ ലിബട്കർ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വസന്തിനെ മാംസെ അപ്പനി ഗലതിക്ക് ക്ഷമ കൈസെ മാങ്കി. എങ്ങനെയാണ് വസന്തിൻ്റെ തെറ്റ് അമ്മയോട് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചത്? അമ്മയുടെ തൻ്റെ തെറ്റ് പറഞ്ഞ് എങ്ങനെയാണ് മാപ്പ് ചോദിച്ചത്? ഫേണ്ടിനെ ഉസേ ഗലേസെ ലഗാലിയ. ആടുക അവൻ്റെ തെറ്റ് മനസ്സിലാക്കി കൊടുത്തു. തബ് വസന്ത് ने कहा മാം മുച്ചെ മാഫ് കർദോ. അപ്പോൾ വസന്ത് പറഞ്ഞു അമ്മേ എന്നോട് ക്ഷമിക്കൂ. അബ് സേ മേം സദൈവ് ആപ്ക കഹന മാനൂങ്ക. ഇനി എല്ലായ്പ്പോഴും അമ്മ പറയുന്നത് ഞാൻ അതേപടി അനുസരിക്കാം. അവർ കഫി മന്മാനി നഹീം കരൂങ്ക. ഇനി ഞാൻ ഏകപക്ഷീയമായി, മന്മാനി മീൻസ് ഏകപക്ഷീയമായ യൂണിറ്റി. അപ്പോൾ ഇനി ഒറ്റയ്ക്കായിട്ട് യാതൊരു വിധമായ തീരുമാനം എടുക്കില്ല, എല്ലാവരോടും ഒരുമിച്ച് നിൽക്കാം എന്നാണ് ആര് പറഞ്ഞത്? വസന്ത് പറഞ്ഞത് കേട്ടോ. അവർ കഫി മന്മാനി നഹീം കരൂങ്ക. നീറ്റായിട്ട് ഇത്രയും നോട്ട്സും കൂടെ നോട്ട്ബുക്കിൽ എഴുതി നീറ്റായിട്ട് എല്ലാവരും പഠിച്ച് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ദെൻ എഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം എഴുതി 5 times എഴുതി പഠിക്കണം എല്ലാവരും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.